ഞാനിവിടെ എത്തുമ്പോൾ ഇതാ നല്ല പരിപ്പ് വട ചൂടോടെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്നുണ്ട്. പിന്നാലെ ഇതാ ബോണ്ടയാക്കാനുള്ള പരിപാടിയിലാന്നേ. നല്ല തിളച്ച എണ്ണയിൽ ഇതാ ബോണ്ട ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പാചകം എന്ന് പറയുന്നത് ഒരു കല തന്നെയാണേ. അത് ചെയ്യാൻ കുറച്ച് മെനക്കേടാണെങ്കിലും അത് ചെയ്യുന്നത് നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണേ. അപ്പോൾ ഇതാ നല്ല ചൂട് ബോണ്ടയുടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് സമയം ഈ കടികളൊക്കെ ആക്കുന്നതൊക്കെ നോക്കി ആസ്വദിക്കായിരുന്നേ. ചെറുകടികൾ മാത്രമല്ല, നല്ല ചിക്കൻ പാർട്സ് ഉണ്ട്, അതുപോലെ തന്നെ അയില മുളകിട്ടത്, പിന്നെ ബീഫ് ഫ്രൈ, അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല നെയ്പ്പത്തിരി, പൊറോട്ട, പിന്നെ നല്ല തേങ്ങ അരച്ച് വെച്ച നല്ല ചിക്കൻ കറി, പിന്നെ വെജിറ്റബിൾ നോക്കുകയാണെങ്കിൽ ബാജിയുണ്ട്, കടലക്കറിയുണ്ട്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ നമ്മുടെ കണ്ണൂരിലിപ്പോൾ ഏത് ഭാഗത്ത് പോയി കഴിഞ്ഞാലും ഹോട്ടലുകളിലെ ട്രെൻഡാണ് ചെറുകടികൾ. ഒരുപാട് പുതിയ പുതിയ വെറൈറ്റീസ് ചെറുകടികൾ ഇപ്പം ഹോട്ടലുകളിൽ സുലഭമാണ്. വെറൈറ്റി ചെറുകടികളുള്ള എല്ലാ സ്ഥലത്തു നിന്നും നല്ല പോലെ ഇത് പാർസലും പോകുന്നുണ്ട്. പിന്നെ ഇവിടെ ഇവരുടെ നല്ല സ്പെഷ്യൽ ബിരിയാണി ഉണ്ട്. 3 ചെറിയ പീസൊക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി ബിരിയാണി, ദമ്മല്ല മിക്സ് ആക്കിയിട്ട് കൊടുക്കുന്നതാണ്. നല്ല അടിപൊളി ബിരിയാണിയാണ്, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പം ബിരിയാണി ഇതാ ഇങ്ങനെ ഓർഡർ അനുസരിച്ചിട്ട് ഇതാ ഇതേപോലെ സെറ്റാക്കിയിട്ട് പ്ലേറ്റിൽ തട്ടിത്തരും. അതിൻ്റെ കൂടെ സൈഡായിട്ട് അച്ചാറും സലാഡും. അപ്പോൾ ഈ ഒരു അടിപൊളി സ്പോട്ട് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൂരിൽ നിന്ന് മുണ്ടയാട് പോകുന്ന വഴിക്ക് നമ്മുടെ വൈദ്യുതി പീടിയൻ്റെ അവിടെ ബൈജൂസ് ഹോട്ടൽ, ഇതാണ് ഹോട്ടൽ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ എല്ലാ ഐറ്റംസും ഇവിടെയുണ്ട്. രാത്രി നെയ്റോസ്റ്റ്, മസാല ദോശ ഒക്കെ ഉണ്ട്. അപ്പം ബൈജുവേട്ടനെ കാണാമെന്ന് വെച്ചിട്ടാണ് അവിടെ പോയത്. അപ്പം ബൈജുവേട്ടൻ ഉണ്ടായിട്ടില്ല, ബൈജുവേട്ടൻ്റെ വൈഫ് സുധിനേച്ചിനെ ഉണ്ടായത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.